ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. പുതിയൊരു എയർ ഡ്രോപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ന്യൂബിറ്റ് ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് ആണ്. ബിറ്റ്കോയിൻ ഡേറ്റ അവൈലബിലിറ്റി ലെയർ ആണ് ന്യൂബിറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ന്യൂബിറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കാണാവുന്നതാണ്. ഫുൾ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക. ന്യൂബിറ്റിൻ്റെ വെബ്സൈറ്റ് താഴെ ഞാൻ കൊടുത്തിരിക്കാം, വേണ്ടവർ ചെക്ക് ചെയ്യാം. ഓൾറെഡി ന്യൂബിറ്റിന് 11 മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോളിചെയിൻ ക്യാപിറ്റൽ, OKX വെഞ്ചേഴ്സ്, പ്രിമിറ്റീവ് വെഞ്ചേഴ്സ് ഇവരൊക്കെയാണ് ന്യൂബിറ്റിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ന്യൂബിറ്റ് ടെസ്റ്റ്നെറ്റ് നെറ്റ്വർക്ക് കെപ്ലർ വാലറ്റിൽ ആഡ് ചെയ്യണം. കെപ്ലർ വാലറ്റ് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം. അതിനുശേഷം നിങ്ങൾ നെറ്റ്വർക്ക് ആഡ് ചെയ്യാനുള്ള സൈറ്റിൽ കയറുക. അവിടെ കെപ്ലർ വാലറ്റ് ഓപ്പൺ ആയി വരും. നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബോക്സിൽ ന്യൂബിറ്റ് ടെസ്റ്റ്നെറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ന്യൂബി അടിച്ചപ്പോൾ തന്നെ വന്നു. ഓപ്പൺ ചെയ്യാതെ എന്നിട്ട് അപ്രൂവ് കൊടുക്കുക. ഇപ്പോൾ ന്യൂബിറ്റ് നെറ്റ്വർക്ക് കെപ്ലറിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി ന്യൂബിറ്റ് കോയിൻസ് ഫോസറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ന്യൂബിറ്റ് ഫോസറ്റ് സൈറ്റിൽ കയറണം. ഇനി കണക്റ്റ് വാലറ്റ് കൊടുക്കുക, അപ്രൂവ് കൊടുക്കുക. ഇനി ഇവിടെ ന്യൂബിറ്റ് ഫോസറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ന്യൂബിറ്റ് ഫോസറ്റ് ന്യൂബിറ്റിൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂബിറ്റിൻ്റെ റിസീവ് അഡ്രസ്സ് കൊടുക്കണം ഇവിടെ. അത് നമ്മൾ കെപ്ലറിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ കെപ്ലർ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് മാനേജ് ചെയിൻ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കണ്ടോ, അതെടുക്കുക. എന്നിട്ട് ഈ ഒരു ലിസ്റ്റിൽ ഫ്രണ്ട് ലിസ്റ്റിൽ നമുക്ക് ന്യൂബിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ ന്യൂബിറ്റ് ഇല്ല, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ന്യൂബിറ്റ്. ഓക്കെ, സെർച്ച് ചെയ്തിട്ട് ഇവിടെ കിട്ടി. അത് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി കെപ്ലർ എടുത്തിട്ട് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ന്യൂബിറ്റ് എടുക്കുക. എന്നിട്ട് റിസീവ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ന്യൂബിറ്റ് ഫോസറ്റിലേക്ക് വന്നിട്ട് റിസീവ് അഡ്രസ്സ് കൊടുക്കുക. ആ ഒരു ഓപ്ഷനിലേക്ക് ഇതേ ഞാൻ റിസീവ് അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, റിസീവ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്രൂവ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം നമ്മൾ കൊടുക്കുക. ഓക്കെ, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ന്യൂബിറ്റിൻ്റെ പഴയ ഒരു സൈറ്റിലേക്ക് പോവുകയാണ്. ന്യൂബിറ്റിൻ്റെ സൈറ്റ് അതെടുത്തു. ഇനി നമുക്ക് കുറച്ച് ടാസ്ക് ചെയ്യാനുണ്ട്. അതിനകത്ത് നമ്മൾ ഫോളോ ഓൺ ട്വിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നമ്മൾ നേരെ ഗാലക്സിൻ്റെ ആ ഒരു പേജിലോട്ട് പോവും. ഗാലക്സും ട്വിറ്ററുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ മെറ്റാമാസ്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. മെറ്റാമാസ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമ്മളിനി ഗാലക്സും ന്യൂബിറ്റും ആയിട്ട് കണക്ട് ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓതറൈസ് ചെയ്ത് കണക്ട് ചെയ്യുക. അതെ, ഓതറൈസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ഓരോരോ ടാസ്കുകൾ ചെയ്യാൻ പോവാണ്. ആദ്യം ഫോളോ ഓൺ ട്വിറ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗാലക്സിൻ്റെ പേജിലോട്ട് പോകും. ഇനി ഇവിടെ ഫോളോ ചെയ്യാനും അതേപോലെ ഡിസ്കോഡ് ജോയിൻ ചെയ്യാനും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആ 3 ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലെയിം പോയിൻറ്റ്സ് കൊടുക്കുക. എന്നിട്ട് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യുക. ഇനി നമ്മൾ പഴയ ആ ഒരു ന്യൂബിറ്റിൻ്റെ സൈറ്റിലേക്ക് വരുവാണ്. ന്യൂബിറ്റ് ടെസ്റ്റ്നെറ്റിൻ്റെ സൈറ്റിലേക്ക് വരിക. ഇനി നമുക്ക് ആ പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യണം. അതിനായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. അവിടെ വെരിഫൈ കൊടുക്കുക.
ഇപ്പോൾ 3000 പോയിൻറ്റ്സ് ഏൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, 3000 പോയിൻറ്റ്സ്. ഇനി നമ്മൾ ഫേസ് 2 ടാസ്ക്കാണ് ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്, എങ്കിലും നമുക്ക് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം നോഡ് റൺ ചെയ്യണം. ഫ്രീ നോഡാണ്. അതിനായിട്ട് ആദ്യം WSL ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങളുടെ സിസ്റ്റത്തിൽ. WSL ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വിൻഡോസ് പവർ ഷെൽ എടുക്കണം. താഴെ നിങ്ങളുടെ സ്ക്രീനിൽ ആ സെർച്ച് ബോക്സിൽ വിൻഡോസ് പവർ ഷെൽ എന്ന് ടൈപ്പ് ചെയ്യുക. പവർ ഷെൽ ഓപ്പൺ ചെയ്തതിന് ശേഷം WSL ഇൻസ്റ്റാളേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആദ്യം തൊട്ടുള്ള കോഡും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ ചെന്ന് നിങ്ങളത് കോപ്പി ചെയ്യണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ കൊടുക്കുക. WSL ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, എങ്കിലേ നിങ്ങളുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് ഓപ്പണായി വന്നതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പവർ ഷെൽ ഓപ്പൺ ചെയ്യുക. പവർ ഷെൽ ഓപ്പൺ ചെയ്യുക. ഇനി ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഇൻസ്റ്റാൾ ആകാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നേരത്തെ കൂട്ട് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. ഞാനിവിടെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അടുത്തതായി നോഡ് റൺ ചെയ്യേണ്ട കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതും നമുക്ക് WSL-ലാണ് ചെയ്യേണ്ടത്. സോ WSL ഓപ്പൺ ചെയ്യുക. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ മോഡിൽ വേണം ഓപ്പൺ ചെയ്യാൻ. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ മോഡ് എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ മോഡ് ആ ഒരു ഓപ്ഷൻ കാണിക്കും, അത് കൊടുക്കുക. ഇനി നോഡ് റൺ ചെയ്യേണ്ട കോഡ് കൊണ്ട് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കോഡ് കൊടുക്കുവാണ്. ഓക്കെ, കൊടുത്തു. ദെൻ എൻ്റർ കൊടുക്കുക. ഇവിടെ ഇപ്പം നോഡ് റൺ ആവുന്നുണ്ട്. ഇതിനിടയിൽ നിങ്ങളുടെ നോഡ് അഡ്രസ്സും റിക്കവറി ഫ്രേസും പബ്ലിക് കീയും ഒതൻറ്റിക്കേഷൻ കീ ഒക്കെ കിട്ടും. ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. അതിനുശേഷം പബ്ലിക് കീ കോപ്പി ചെയ്ത് ന്യൂബിറ്റിൻ്റെ സൈറ്റിൽ എൻ്റർ യുവർ ലൈറ്റ് നോഡ് പബ്ലിക് കീ എന്ന ഓപ്ഷൻ കണ്ടോ, ആ ഒരു ഓപ്ഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ദെൻ വെരിഫൈ കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് എങ്കിലും നോഡ് റൺ ചെയ്തതിന് ശേഷം മാത്രമേ വെരിഫൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 3000 പോയിൻറ്റ്സും കൂടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6000 പോയിൻറ്റ്സ് കൂടി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ന്യൂബിറ്റ് ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലിടുന്ന എല്ലാ എയർ ഡ്രോപ്പുകളും നിങ്ങൾ സ്വന്തമായി ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള സ്കാമുകളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ചാനൽ ഉത്തരവാദി ആയിരിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.